ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ആയിരുന്നു കംപ്ലൈൻറ്റ്. പ്ലഗ് ഷോർട്ടായി പോയതാണ് കംപ്ലൈൻറ്റ് കാണിക്കാനുള്ളൊരു കാരണം, സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കാനൊരു കാരണം. അപ്പോൾ നമ്മൾ പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. നമ്മൾ കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കിയ സമയത്ത് ബ്രേക്ക് കുറവ് പറയുന്നുണ്ട്. അത് ബ്രേക്ക് തീരെ ഇല്ല. ബാക്കിലത്തെ ബ്രേക്കൊക്കെ വളരെ ലൈനറൊക്കെ തീർന്ന് മാക്സിമം വലിഞ്ഞ് നിൽക്കാം. അപ്പോൾ ബ്രേക്ക് ലൈനർ മാത്രമല്ല, അതിൻ്റെ കേബിളുകളും കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ കേബിളിൻ്റെ ഭാഗം നമ്മൾ അയച്ചു. ഫ്രണ്ട് കേബിളൊക്കെ ഫുൾ ലോഡായിട്ട് കിടന്ന് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അത് ആ രീതിയിൽ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കാർബേറ്ററിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അതിവിടെ നോക്കുമ്പോൾ അതേ പെട്രോൾ ലീക്ക് കാണുന്നുണ്ട് സൈഡിൽ. അവിടെ നിന്ന് പെട്രോൾ ചാടുന്നുണ്ട്. അപ്പോൾ ആ കാർബേറ്ററും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോൻ്റെ പ്രശ്നം നിലവിലിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഴിക്കുന്ന സമയത്ത് പെട്രോൾ ചാടി തന്നെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാർബേറ്റർ ഇടയ്ക്ക് എപ്പോഴും അഴിച്ച് ക്ലീൻ ചെയ്താനാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്രോൾ ചാടി പോകുന്നത് നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഈ സൈഡിൽ, ഈ ഭാഗത്തായിട്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് പോകാം. സാധാരണ രീതിയിൽ കാർബേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഓവർഫ്ലോ വരാറ്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബേറ്റർ നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടും വീണ്ടും റിപ്പീറ്റ് ഇതേപോലെ കംപ്ലൈൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കലാണ് ഒരു പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്ലഗ് പോകേണ്ട ഒരു റീസൺ, പോയതിൻ്റെ ഒരു കാരണവും ഇത് തന്നെയാവാം. കൂടുതൽ പെട്രോൾ കയറി ചെല്ലുകയും പ്ലഗ് ഷോർട്ടായി ഇതൊക്കെ ആയിരിക്കും പ്ലഗിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാനും ഉണ്ടായ കാരണം കേട്ടോ. അപ്പോൾ കാർബേറ്ററും കൂടി കൂട്ടത്തിക്കടെ ക്ലീൻ ചെയ്യണം. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രശ്നം കണ്ടില്ല. രണ്ടാമത് നമ്മൾ കയറ്റി ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം. അത് പെട്രോളിൻ്റെ സ്മെല്ല് കണ്ടതുകൊണ്ട് നമ്മൾ കയറ്റി നോക്കിയതാണ്. അപ്പോഴാണ് ആ കംപ്ലൈൻറ്റ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കാർബേറ്റർ ക്ലീൻ ചെയ്യണം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ പറഞ്ഞ 2 കേബിളും മാറ്റാനുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ കൂടുതൽ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്, അതും കൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് പോകണമുണ്ട്. ബാറ്ററി 2024 മോഡൽ ആംബ്രോണിൻ്റെ ബാറ്ററിയാണ്. വരുമ്പോൾ ഒട്ടും ചാർജ് ചെയ്യാം. എനിക്ക് തോന്നുന്നു സെൽഫ് കംപ്ലൈൻറ്റ് അല്ല, സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചപ്പോൾ കുറേ നേരം സെൽഫ് അടിച്ച് ചാർജ് അറിയതായിരിക്കുള്ളൂ. അപ്പോൾ ഞാനത് ഒന്ന് അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. ചാർജ് ഇട്ടിട്ട് നോക്കിയിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് കണ്ടീഷൻ, ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാം. അഡീഷണലായിട്ട് വേണ്ടത് ആ കാർബേറ്ററിൻ്റെ കേസാണ്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. മറുപടി ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും മാറ്റേണ്ടതായിട്ട് വന്നേക്കും കേട്ടോ.